പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. മർക്കോസ് 11-14 വരെ. നമ്മളിനി എടുക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ ദേവാലയ ശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ഭാഗമാണ്. നമ്മളതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് തൊട്ടു മുമ്പത്തെ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇപ്പോൾ നമുക്കത് ശ്രദ്ധയോടെ വായിക്കാം. 11-15 മുതൽ. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞിരുന്നു, കർത്താവ് യേശു മിശിഹ 11:11 ദേവാലയത്തിലേക്ക് ചുറ്റി നടന്ന് എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം തൊട്ടടുത്ത ഭാഗത്ത് അത്തിവൃക്ഷത്തെ ശപിച്ച ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. കർത്താവ് പറയാണ്, ഇത് നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ആരും ഇനി ഫലം കഴിക്കാതിരിക്കട്ടെ, ഇതിൽ നിന്ന് ആർക്കും ഫലം കിട്ടാതിരിക്കട്ടെ, ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ആദ്യത്തെ കാര്യം, ദേവാലയമാണ് ഈ അത്തിവൃക്ഷം. ഒന്നാമത്തെ കാര്യം, ഈ അത്തിവൃക്ഷം എന്താണ്? ദേവാലയം. ഇപ്പോൾ ഈശോ കണ്ട ആ ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയേ ഉള്ളൂ. പക്ഷേ ജെറുസലേമിലെ ദേവാലയം എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഹോൾ റിലിജൻ. ആ മതം മുഴുവനെ സൂചിപ്പിക്കുന്നതാണ് ദേവാലയം. അതായത് ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ യഹൂദ മതം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആ വ്യാപകമായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദേവാലയമാണ്, ഈ ജനതയാണ് ഈ അത്തിവൃക്ഷം. അത് സമൂലം ഉണങ്ങിപ്പോവും. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ട്, അത് ഉണങ്ങിപ്പോകുന്നതായിട്ട്. നമ്മൾ ഈ 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോവും. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ആ കാരണമാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. അവൻ ജെറുസലേമിലെത്തി ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെ. ഇതാ, എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിങ്ങൾ തേടുന്ന മിശിഹ, നിങ്ങൾ തേടുന്ന ദൈവം ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ട. അതായത് ഈ വരവിൽ അവൻ്റെ റോൾ എന്താണ്? അലക്കുകാരൻ്റെ റോളാണ്. അതാണ് മലാഖി പറയുന്നത്. ഈ വരവിൽ അവൻ്റെ റോള് അവൻ ശുദ്ധീകരിക്കുക. അതായത് കർത്താവ് വരുമ്പോൾ നമ്മൾ 2 വരവിനെ കുറിച്ച് കാണണം. 1 രക്ഷിക്കാനുള്ള വരവ്, 2 പരിശോധിക്കാനുള്ള വരവ്. രക്ഷിക്കാനുള്ള വരവാണ്. അതിന് നമുക്ക് ഇനി ആ രക്ഷിക്കാനുള്ള വരവിനെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ രക്ഷ മാമോദീസായിലൂടെ സ്വീകരിച്ചവരാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്തേക്ക് കർത്താവ് വരുന്നത് രക്ഷിക്കാനല്ല, ഇനി വരുന്നത് ചോദ്യം ചെയ്യാനാണ്, താക്കീത് തരാനാണ്, പരിശോധിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ്.
അതെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ കർത്താവ് വരികയാണ്. ഈ മറ്റൊരു വാക്യം കൂടെ വായിക്കാം. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. പെട്ടെന്ന് എടുക്കുക. സക്കറിയ പ്രവചനത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ജെറുസലേമിലും യൂദയായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികളർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരി പോലും ഉണ്ടായിരിക്കുകയില്ല. കാരണം ഇതൊക്കെ ഈ മിശിഹായുടെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരാണ് ഇതെല്ലാം. മലാക്കി, സക്കറിയ, സഫാനിയ, അവരെല്ലാം പറയുകയാണ് അവൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ അവിടുത്തെ വ്യാപാരം അവസാനിപ്പിക്കും. ഈ പ്രവചനമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവൻ ജെറുസലേമിലെത്തി, അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. എന്താണ് ഈ ദേവാലയത്തിലെ ക്രയവിക്രയം? അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുക. എന്തെന്നറിയോ? ഒന്ന്, ഈ ദേവാലയത്തിൽ ആടിനെ ബലിയർപ്പിക്കണം, പ്രാവിനെ ബലിയർപ്പിക്കണം. ദേവാലയത്തിൽ എത്തുന്നവർ വരുന്ന എവിടുന്നാ? നമ്മുടെ കൂട്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ യാത്ര ചെയ്തോ ഒന്നും പള്ളി വരുന്നവരല്ല. ഇന്ത്യയിൽ നിന്ന് ബലിയർപ്പിക്കാൻ പോകുന്നവരുണ്ട് പെസഹ-തിരുനാളിന്. ലോകത്തിൻ്റെ നാനാഭാഗത്തും കിടക്കുന്ന യഹൂദന്മാർ പോകാം. പ്രവാസത്തിൽ കഴിഞ്ഞിട്ട് ബാബിലോണിൽ ജീവിച്ച അവിടെ തന്നെ തുടർന്ന യഹൂദന്മാരുണ്ട്, അവർ വരാം. അപ്പം ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും, ഇനി മാത്രമല്ല ജെറുസലേം ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരാം, ഗലീലയിൽ നിന്ന് വരാം, അതൊക്കെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ്. അവരൊരാടിനെയും കൊണ്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഈ ആട് കൊള്ളാത്ത ആടായിട്ട് മാറും. ഊനമറ്റ ആടിനെ, കളങ്കമില്ലാത്ത ആടിനെ, രോഗമില്ലാത്ത ആടിനെ ബലിയർപ്പിക്കണം. അപ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാരിരിപ്പുണ്ട്. എന്തിനാണ്? ഇവർ ഈ പ്രാവിനെ കൊണ്ടുവരുമ്പോൾ, ആടിനെ കൊണ്ടുവരുമ്പോൾ അവർ കംപ്ലീറ്റ് പരിശോധിക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ പറയും ഇത് കൊള്ളത്തില്ലെന്ന് പറയും. കൊള്ളാമെങ്കിലും പറയും കൊള്ളത്തില്ലെന്ന് പറയും. കാരണം എന്താണ്? ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഈ കടയിൽ നിന്ന് വാങ്ങിക്കൂ. ഈ പള്ളിക്കകത്തൊരു കടയുണ്ട്. അപ്പോൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ പറയും വെളിയിൽ നിന്ന് വാങ്ങിച്ചോട്ട് വരുന്ന പറ്റത്തില്ലെന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ മെഴുകുതിരി തന്നെ വാങ്ങിക്കണം. നിങ്ങൾ വെളിയിൽ നിന്ന് മെഴുകുതിരി കൊണ്ടുവന്നാൽ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ഇവിടുത്തെ കാര്യം വാങ്ങിച്ചാൽ ഇവിടെ 50 പൈസ ലാഭം കിട്ടൂ. അങ്ങനെയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇതിന് വിചിത്രമായ വേറൊരു സംഗതി, ഈ ജനങ്ങൾ മുഴുവൻ താമസിക്കുന്ന ഒലിവ് മലയുടെ ചെരുവുകളിലാണ്. നമ്മളത് പറഞ്ഞിരുന്നു. അവിടെ എല്ലാം ആടിനെ വിൽക്കുന്ന കടകളുണ്ട്, പ്രാവിനെ വിൽക്കുന്ന കടകളുണ്ട്. അതുണ്ടായിട്ടാണ് ഈ പള്ളിക്കകത്ത് കട. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതറിയോ, ഇത് വേറെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മളെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഒലിവ് മലയുടെ ചുറ്റിനും ഇഷ്ടം പോലെ കടകളുണ്ട്. അവിടുന്ന് വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. വാങ്ങിച്ചുകൊണ്ട് വന്നാലോ, ഇത് നോക്കാനൊരു തെരുപ്പുണ്ട് കണ്ണാടിയും വെച്ചോണ്ട്. അവൻ എന്നെ ഇത് നോക്കിയിട്ട് കൊള്ളത്തില്ലെന്ന് പറയും. ഇത് കൊള്ളത്തില്ല, ഇതിന് ഊനമുണ്ടെന്ന് പറയും. ഊനം മാറ്റാൻ പറയും. അപ്പോൾ ഇയാളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേ, വിഷമിക്കുന്നു വേണ്ട, തന്നെ പുറയി കടയുണ്ടെന്ന് പറയും, അവിടെ നിന്ന് വാങ്ങിക്കാൻ പറയും. ഇതാണ് ദേവാലയത്തിലെ ക്രയവിക്രയം. പിന്നെ നാണയമാറ്റക്കാർ. അതെന്താ നാണയമാറ്റക്കാരെന്ന് പറഞ്ഞാൽ, ഒരു നിയമം അവർ വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് ഒരു പ്രത്യേക നാണയം ഇടാവൂ. എല്ലാ നാണയവും പള്ളിയിൽ ഭണ്ഡാരത്തിൽ ഇടരുത്. ഇനി ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, പള്ളിയിൽ ഈ നാണയമൊന്നും ഇടരുതെന്ന് നിയമം വെച്ചിരുന്ന ആളുകൾ അവരുടെ പോക്കറ്റിൽ ഈ നാണയമുണ്ട്. അത് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, നാണയം വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഓ ഉണ്ടെന്ന് പറയും. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിക്കും. അത് പള്ളിയിൽ ഇടാൻ കൊള്ളാത്ത നാണയമാണ്. പോക്കറ്റിൽ ഇടാം, പേഴ്സി വെക്കാം, പള്ളിയിൽ ഇടാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കള്ളത്തരത്തിൻ്റെ കാവട്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. പേഴ്സിനകത്ത് വെക്കാം, കുഴപ്പമില്ല, പള്ളിയിലിടാൻ പാടില്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക നാണയമേ പള്ളിയിലെ ഭണ്ഡാരത്തിലിടാവൂ എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട്, പാവപ്പെട്ടവൻ ഏതെങ്കിലും ദേശത്തുനിന്ന് വരുമല്ലേ, അപ്പോൾ റോമാക്കാർ ഉപയോഗിക്കുന്ന നാണയമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരോട് പറയും, ആ നാണയം ഇവിടെ മണി എക്സ്ചേഞ്ച് ഇവിടെ മാറാൻ പറയും. ഇവിടെ മാറിയിട്ട് ഇവിടെ ഇടാൻ പറ്റുന്ന അതിന് വേറൊരു കട. അവൻ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും
പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ കച്ചവടക്കാരായിരിക്കും. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം. പശ്ചാത്തലം എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവചനം 56 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അതെടുത്തേ. യെശയ്യാ പ്രവചനം 56 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. അതാരെയാണ് കൊണ്ടുപോകുന്നത്? 6 മുതൽ വായിക്കേ. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. പരദേശി കണ്ടോ? വിജാതീയരെ, അന്യദേശക്കാരെ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക്, ദേവാലയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. ആർക്ക്? വിജാതീയർക്ക്. അവരുടെ ദഹനബലികളും മറ്റ് ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. അതാണ് ഈ പുതിയ നിയമകാലത്തെക്കുറിച്ചുള്ള പ്രവചനമാണത്. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. മനസ്സിലായോ? എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ 1-2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് എന്തെന്നറിയാമോ? ഇത് ശരിക്കും 56 അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. 56 അധ്യായത്തിൽ പറയുന്നത് വിജാതീയരെ ഞാൻ പുരോഹിതരാക്കുമെന്നാണ്. 56 അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ വായിച്ചാൽ മതി. 56 അധ്യായത്തിൽ പറയും. ഇപ്പോൾ യഹൂദന് ചിന്തിക്കാൻ പറ്റുമോ? യെശയ്യാ ഇത് പ്രവചിക്കുമ്പോൾ വിജാതീയൻ ഒരുത്തനെ ജെറുസലേമിൽ പുരോഹിതനാക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. വിജാതീയരെ പുരോഹിതരാക്കും. വിജാതീയരെ മാത്രമല്ല, ഷണ്ടന്മാരെ പുരോഹിതരാക്കും. 56 അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഷണ്ടന്മാരെ പുരോഹിതരാക്കും. ഇതെന്നാ പൂർത്തിയായേ? പുതിയ നിയമത്തിൽ എല്ലാ ജനതകളിൽ നിന്ന് പുരോഹിതരുണ്ട്. അവരാരാണ്? അവർ ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടന്മാരാക്കിയവരാണ്. അങ്ങനെയാണിത് പൂർത്തിയായത് 56 അധ്യായത്തിൽ. അപ്പോൾ വിജാതീയരെ ജെറുസലേമിലേക്ക് കൊണ്ടുവരുമെന്ന പ്രവചനമാണ് യെശയ്യാ 56 അധ്യായത്തിൽ നടത്തിയത്. ആ 56 അധ്യായത്തിൽ 17 യെശയ്യാ പ്രവചിച്ച വാക്യം ഈശോ എടുത്ത് കോട്ട് ചെയ്യുകയാണ്. കർത്താവ് പറയുകയാണ്, എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം. എന്തിനത് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞേ? ഈ വിജാതീയരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ജെൻഡയിൽ കോർട്ടിലാണ് ഈ കച്ചവടം. അതുകൊണ്ട് പറയാണ്, എൻ്റെ ആലയം എല്ലാ ജനത്തിനും. നിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? അച്ഛന്മാർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്. ലേവിയ പുരോഹിതന്മാർക്കും ശുശ്രൂഷകർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്. യഹൂദ പുരുഷന്മാർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്. യഹൂദ സ്ത്രീകൾക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്. വിജാതീയനും പാപിക്ക് നിൽക്കാൻ സ്ഥലം എവിടെ? അവിടെ കച്ചവടമാക്കിയാൽ അവിടെ എല്ലാ ജനതയും എങ്ങനെ പ്രാർത്ഥിക്കും? ഇതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് ഞാൻ അടുത്ത സെഷനിൽ വിശദീകരിക്കാം. നമുക്കൊന്ന് കണ്ണുകടച്ച് പ്രാർത്ഥിക്കാം. അതായത് കർത്താവ് പറയുകയാണ്, അതായത് ഈ ദേവാലയം കച്ചവട സ്ഥലമാക്കി എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ദേവാലയത്തിൽ എന്തെല്ലാം നടന്നു? ആത്മീയതയെ ലാഭം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് കണ്ടു. രണ്ടാമതായിട്ട് അത്യാഗ്രഹം എന്നൊരു തിന്മ അവരുടെ ഹൃദയത്തിൽ ഈശോ കണ്ടു. മൂന്നാമതായിട്ട് ദൈവഭയം അവരിൽ നിന്ന് ഇല്ലാതായി എന്ന് കർത്താവിന് മനസ്സിലായി. നാലാമതായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് മനുഷ്യനെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. എന്താണ് പ്രാർത്ഥന? ഏത് മനുഷ്യനെയും, അവന് പാപിയാവട്ടെ, ബലഹീനനാവട്ടെ, കുറവുള്ളവനാവട്ടെ, ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയാണ്. അവരെയും ചേർത്ത് നിർത്താനുള്ള ഹൃദയവിശാലതയാണ്. പണമുള്ളവരെ, അധികാരമുള്ളവരെ, സമ്പത്തുള്ളവരെ, സ്ഥാനമാനങ്ങളുള്ളവരെ മാത്രം ചേർത്ത് നിർത്തുക എന്നല്ല, ഏത് കൂട്ടരെയും ചേർത്ത് നിർത്താനുള്ള ഹൃദയത്തിൻ്റെ നേരാണ് ഒരുത്തൻ്റെ ആത്മീയത, പ്രാർത്ഥന. ഇതൊക്കെയാണ് ഈ ഭാഗത്തൂടെ ഈശോ പഠിപ്പിച്ചു തന്നത്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ
നേട്ടങ്ങൾക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി ദൈവത്തെ തേടുന്നവരായിട്ട് ഞങ്ങൾ മാറാതെ ഞങ്ങൾ യഥാർത്ഥ ആരാധകരായി മാറാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.